ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇമാജിനേഷൻ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഫോറിൻ ലാൻഡ്സ് എന്ന പോയമാണ്. എഴുതിയിരിക്കുന്നത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. ആദ്യമായി നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു, പോയറ്റ് ആയിരുന്നു, ട്രാവൽ റൈറ്റർ ആയിരുന്നു. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ പോപ്പുലർ നോവൽസ് ലൈക്ക് ട്രഷർ ലാൻഡ്, സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കീൽ ആൻഡ് മിസ്റ്റർ ഹൈഡേ ആൻഡ് കിഡ്നാപ്ഡ്. ഹി ഓൾസോ പബ്ലിഷ്ഡ് 4 collections of poems, എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, പെന്നി വിസിൽസ്, അണ്ടർവുഡ്സ് ആൻഡ് ബാലഡ്സ്. അദ്ദേഹത്തിൻ്റെ പോപ്പുലർ നോവൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രഷർ ഐലൻഡ്, സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡേ ആൻഡ് കിഡ്നാപ്ഡ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 4 collections of poems പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, പെന്നി വിസിൽസ്, അണ്ടർവുഡ്സ് ആൻഡ് ബാലഡ്സ്. ഇത്രയാണ് ഓഥറിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പോയത്തിൻ്റെ പേര് ഫോറിൻ ലാൻഡ്സ് എന്നാണ്. ഫോറിൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇമാജിനറി ലാൻഡിനെയാണ്. ഈ പോയം നമ്മൾ പഠിക്കുമ്പോൾ ആ പോയത്തിനകത്ത് ഒരു ചെറിയ കുട്ടിയെ നമുക്ക് കാണാം. ആ കുട്ടി ചെറി ട്രീയിലേക്ക് ക്ലൈംബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ക്ലൈംബ് ചെയ്യുമ്പോൾ തനിക്കുണ്ടാകുന്ന ആൻസൈറ്റീസ്, അതുപോലെ ചെറി ട്രീയിൽ നിന്നുകൊണ്ട് ഫോറിൻ ലാൻഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ്, ആ കാഴ്ചകൾ ഒക്കെയാണ് ഈ പോയത്തിലൂടെ പോയറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് പോയത്തിലേക്ക് പോകാം. ഫോറിൻ ലാൻഡ്സ് ബൈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഫസ്റ്റ് സ്റ്റാൻസ. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. ആദ്യത്തെ 2 വരികൾ ഒരു ചോദ്യമാണ്. ആ ചെറിയ കുട്ടിയുടെ ഒരു സംശയത്തോടെയുള്ള ചോദ്യം. Up into the cherry tree, who should climb but little me? ഈ ചെറി ട്രീയുടെ മുകളിലേക്ക് കയറാൻ ആർക്ക് സാധിക്കും? എനിക്കത് സാധിക്കുമോ? കാരണം ഞാനൊരു ചെറിയ കുട്ടിയാണ്, ലിറ്റിൽ വൺ ആണ്. I held the trunk with both my hands. ആ ചെറിയ ട്രീയുടെ മുകളിലേക്ക് കയറാൻ ഞാൻ എൻ്റെ 2 കൈകളും ആ ട്രങ്കിലേക്ക്, തടിയിലേക്ക് മുറുകി പിടിച്ചു. I looked abroad on foreign lands. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ആ ഫോറിൻ ലാൻഡിലേക്ക് നോക്കുകയാണ്. ആ ചെറിയ ട്രീയുടെ മുകളിൽ കയറിയതിന് ശേഷം ഞാൻ ആ ഫോറിൻ ലാൻഡിലേക്ക് നോക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസ. I saw the next door garden lie, adorned with flowers before my eye, and many pleasant places more that I had never seen before. ഈ സ്റ്റാൻസയിൽ ആ കുട്ടി കുറേയധികം കാര്യങ്ങൾ കാണുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. I saw the next door garden lie. അവളൊരു ഗാർഡൻ കാണുന്നു, തൊട്ടടുത്ത് ഒരു ഗാർഡൻ കാണുന്നു. ആ ഗാർഡൻ അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ്, ഡെക്കറേറ്റഡ് ആണ്, പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ഗാർഡനാണ് അവൾ കണ്ടത്. ബിഫോർ മൈ ഐ ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ. അതുപോലെ തന്നെ ഇതുവരെ അവൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ധാരാളം പ്ലസൻറ്റ് പ്ലേസസ് ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഇതുവരെ അവൾ അതുപോലത്തെ പ്ലസൻ്റ് ആയിട്ടുള്ള പ്ലേസസ് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള കുറേ മനോഹരമായ സ്ഥലങ്ങൾ ആ ചെറിയ ട്രീയുടെ മുകളിൽ നിന്നുകൊണ്ട് അവൾ കണ്ടു. Third stanza. I saw the dimpling river pass and be the sky's blue looking glass. The dusty roads go up and down with people tramping into town. ഈ സ്റ്റാൻസയിൽ അവൾ കാണുന്ന ചില മനോഹരങ്ങളായ മറ്റ് കാഴ്ചകൾ പറയുന്നു. I saw the dimpling river pass. അവൾ കാണുകയാണ് മനോഹരമായൊരു റിവർ ഒഴുകുന്നതായിട്ട് അവൾ കാണുന്നു. ആ റിവറിൻ്റെ പ്രത്യേകത അത് ഡിംപ്ലിംഗ് റിവറാണ്. റിവറിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഡിംപ്ലിംഗ് റിവർ എന്നാണ്. ഡിംപ്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം നുണക്കുഴി. അപ്പോൾ ഈ ഒഴുകിപ്പോകുന്ന പുഴയിൽ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ എന്ത് രൂപപ്പെടാറുണ്ട്? ചുഴികൾ രൂപപ്പെടാറുണ്ട്. ആ മനോഹരമായ കാഴ്ച അവളിവിടെ പറയുന്നു. എന്നിട്ട് ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. ഈ റിവർ എന്തുപോലെയാണെന്നാണ് പറയുന്നത്? സ്കൈസ്, ആകാശത്തിൻ്റെ, ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്, ആകാശത്തിൻ്റെ ലുക്കിംഗ് ഗ്ലാസ് ആണ് ഈ റിവർ. കാരണം ആ റിവറിലേക്ക് നോക്കിയാൽ മുകളിൽ പരന്നു കിടക്കുന്ന മനോഹരമായ ആകാശം, നീല നിറത്തിലുള്ള ആകാശത്തെ നല്ല ഭംഗിയായിട്ട് അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെ ലുക്കിംഗ് ഗ്ലാസ് ആയിട്ട് റിവറിനെ അവൾ പരിചയപ്പെടുത്തുന്നു. അത്ര തെളിഞ്ഞ വെള്ളമുള്ള ഒരു റിവർ.
ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. പിന്നീട് അവൾ കാണുന്നത് ഒരു ഡസ്റ്റി റോഡാണ്, പൊടി നിറഞ്ഞ ചെളി നിറഞ്ഞ ഒരു റോഡ്. വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. ട്രാമ്പിങ് എന്ന വാക്കിൻ്റെ അർത്ഥം ചവിട്ടി മെതിക്കുക. ആ റോഡിലൂടെ ധാരാളം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നടന്ന് പോകുന്നുണ്ട്, ടൗണിലേക്കും മറ്റിടങ്ങളിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആൻസർ. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, farther and farther I should see, to where the grown-up river slips into the sea among the ships. ഈ സ്റ്റാൻസയിലൂടെ അവൾ അവളുടെ ആഗ്രഹം ഷെയർ ചെയ്യുകയാണ്. എന്താ അവളുടെ ആഗ്രഹം? ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, ഇതിലും വലിയൊരു ട്രീ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഫാദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സീ. ഫാദർ മീൻസ് ദൂരം, വളരെ ദൂരത്തിലുള്ള കാഴ്ചകൾ, കുറച്ചും കൂടെ ദൂരെയുള്ള കാഴ്ചകൾ എനിക്ക് കാണാമായിരുന്നു. ടു വെയർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ്. പിന്നീട് അവൾ പറയുന്നു, ഇതിലും വലിയൊരു ട്രീ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നേരത്തെ കണ്ട ആ ഡിംബ്ലിംഗ് റിവർ ഇപ്പോൾ വളർന്ന് വലുതായി മറ്റൊരിടത്തേക്ക് ചെന്ന് പതിക്കുന്നുണ്ട്, ആ കാഴ്ചയും എനിക്ക് കാണാമായിരുന്നു. റിവർ ചെന്ന് ഒരു വലിയ സീയിലേക്ക് പതിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ മരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ഡിംബ്ലിംഗ് റിവർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സീയും കൂടി എനിക്ക് കാണാമായിരുന്നു. ഇൻ ടു ദ സീ എമംഗ് ദ ഷിപ്സ്. അപ്പം ആ ഡിംബ്ലിംഗ് റിവർ സീയിലേക്ക് ചെന്ന് പതിക്കുന്നു. ഷിപ്പുകൾ നിറഞ്ഞ മനോഹരമായ ആ സീയും ഒക്കെ എനിക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഇതിലും വലിയൊരു ട്രീ എനിക്ക് ലഭിക്കണം. ലാസ്റ്റ് സ്റ്റാൻസ. ടു വെയർ ദ റോഡ് ഓൺ ഈദർ ഹാൻഡ് lead onward into fairyland, where all the children dine at 5 and all the playthings come alive. ഇവിടെയും ഇവളുടെ ആഗ്രഹം അവൾ ഷെയർ ചെയ്യുകയാണ്. ഇതൊരു വലിയ ട്രീ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിലും വലിയൊരു ട്രീ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ടു വെയർ ദ റോഡ് ഓൺ ഈദർ ഹാൻഡ് ലീഡ് ഓൺവേർഡ് ഇൻ ടു ഫെയറിലാൻഡ്. നേരത്തെ കണ്ട ആ ഡസ്റ്റി റോഡ് വിശാലമായിട്ടുള്ള ഒരു റോഡാകുന്നതും, അല്ലെങ്കിൽ ഫെയറി ലാൻഡിലേക്ക് പോകുന്ന കാഴ്ചയും എനിക്ക് കാണാമായിരുന്നു. അങ്ങനെ എനിക്ക് ഫെയറി ലാൻഡിലെ മനോഹരമായ കാഴ്ചകളും കൂടെ കണ്ട് സന്തോഷിക്കാമായിരുന്നു. വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. ഈ ഫെയറി ലാൻഡിലെ കുട്ടികളെല്ലാം 5 മണിയാകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ആഹാരം കഴിക്കാറുണ്ട്. ആ കാഴ്ച കാണാമായിരുന്നു. ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ്. അവിടെ ജീവനോടെയുള്ള കളി സാധനങ്ങൾ, കളിവസ്തുക്കൾ ധാരാളമുണ്ട്. അതും എനിക്ക് കാണാമായിരുന്നു. ആ ഫെയറി ലാൻഡിലെ വിശാലമായ കാഴ്ചകളും കൂടി കാണണമെങ്കിൽ എനിക്കിതിലും വലിയൊരു ട്രീ ആവശ്യമാണ്. അപ്പോൾ ഈ പോയത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടിയതും കൊണ്ട് തൃപ്തിപ്പെടാതെ കുറച്ചും കൂടെ ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വിശാലമായ കാര്യങ്ങൾ കാണുവാനും അനുഭവിക്കാനൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്.